ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയ ശ്ലോകം ബ്രഹ്മസത്യം ജഗത് മിഥ്യ ഇത്യേവം രൂപോ വിനിശ്ചയഃ സോയം നിത്യാനിത്യവസ്തു വിവേകഃ സമുദാഹൃതഃ. അവിടെ നമ്മൾ വിവേകം എന്ന ആ വാല്യൂ ആണ് നോക്കിയത്. വിവേകത്തെ കുറിച്ചാണ് നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കിയത്. എന്താണ് വിവേകം? വിവേകമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. വിവേകത്തിനെ കുറിച്ച് എങ്ങനെയാണ് വിവേകം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതെന്താണ് നമ്മളിൽ വരുന്ന മാറ്റം എന്നൊക്കെ പഠിച്ചു. ഇനി പറയുന്നത് രണ്ടാമത്തെ സാധനയായ വൈരാഗ്യം. അതിനെ കുറിച്ചാണ് അടുത്ത ശ്ലോകം വരുന്നത്. വൈരാഗ്യം. തദ്വൈരാഗ്യം ജുഹുപ്സ തദ്വൈരാഗ്യം ജുഹുപ്സായ ദർശനശ്രവണാദിഭിഃ ദേഹാദി ബ്രഹ്മപര്യന്തേ ഹ്യനിത്യേ ഭോഗവസ്തുനി. ചിലതില് ഭോഗ്യവസ്തുനി എന്നും ചില പ്രിന്റിംഗ് ഉണ്ട്. ഭോഗവസ്തുനി. തദ്വൈരാഗ്യം ജുഗുപ്സ യാ ദർശനശ്രവണാദിഭിഃ ദേഹാദി ബ്രഹ്മപര്യന്തേ ഹ്യനിത്യേ ഭോഗ്യവസ്തുനി അല്ലെങ്കിൽ ഭോഗവസ്തുനി. ചിലതില് ജുഗുപ്സ എന്നുള്ളതിന് പകരം ജിഹാസ എന്നും ചില പുസ്തകങ്ങളിലുണ്ട്. എന്തായാലും നമുക്ക് വൈരാഗ്യത്തെ കുറിച്ചുള്ള ആ അർത്ഥം എന്താണ് വരുന്നത് എന്ന് മനസ്സിലാവുമ്പോ ഈ മാറ്റങ്ങളൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലാവും. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വിരാഗഃ എന്ന് പറയാം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരാഗഃ. ഈ ലോകത്തിലെ ഭോഗവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന സുഖത്തോട് ആഗ്രഹം ഇല്ലാത്ത മാനസിക നില. വൈരാഗ്യം എന്ന് കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും പേടിയാ. അയ്യോ, വൈരാഗ്യമോ? അതെന്ത് സാധനയാ? ഓ, അത് വന്നാൽ പിന്നെ നമ്മുടെ ജീവിതമേ പോയല്ലോ, പിന്നെ എങ്ങനെ ജീവിക്കും? ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാനുള്ളതാണ്. അപ്പൊ വൈരാഗ്യം എങ്ങനെ പറ്റും? വൈരാഗ്യം എന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും ഒരു ഭയമാണ്. അങ്ങനെയല്ല. വൈരാഗ്യം വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ ജ്ഞാനത്തിലേക്ക് ഉയർത്തുന്ന ഒരു സാധനമാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ ഉയർച്ച നമുക്കറിയാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആത്മീയമായിട്ടുള്ള സ്പിരിച്വൽ ലെവൽ, ആ സ്റ്റെപ്പ് വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകും വൈരാഗ്യത്തിൽ കൂടി. അത് പേടിക്കേണ്ട ഒരു കാര്യമല്ല. അതിന് മനസ്സിലാക്കാഞ്ഞിട്ട്, എന്താണ് എന്ന് മനസ്സിലാകാഞ്ഞിട്ടാണ് വൈരാഗ്യത്തിനോട് ഒരു ഭയം. ആ വാക്ക് കേൾക്കുമ്പോഴേ അയ്യോ, ഇതൊന്നും നമുക്ക് പറ്റിയതല്ല, ഇതൊക്കെ സന്യാസിമാർക്കുള്ളതാണെന്നൊരു തോന്നല്. അങ്ങനെയല്ല. സാധാരണ ജീവിതത്തിലും ഏറ്റവും സമാധാനമായിട്ട് ജീവിക്കാൻ, മനസ്സമാധാനത്തോടെ ജീവിക്കാൻ വൈരാഗ്യം വളരെയധികം ഉപകാരപ്രദമാണ്. അതെന്താണ് ശങ്കരാചാര്യ സ്വാമികൾ അതിന് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോ അനാത്മഭോഗത്തിൽ നിന്ന് മാറിയിരിക്കൽ. ആത്മവസ്തുക്കൾ അനാത്മവസ്തുക്കൾ നമ്മൾ പഠിച്ചു. ഈ അനാത്മവസ്തുക്കളിൽ നിന്ന് സ്വല്പം അകന്ന് നിൽക്കൽ, അതാണ് ശരിക്കും പറഞ്ഞാൽ വൈരാഗ്യം. ഈ ലോകത്തിലെ ഭോഗവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന സുഖത്തോട് ആഗ്രഹമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥ. വിവേകം മൂലമേ ഇതുണ്ടാവുള്ളൂ. ഇതെങ്ങനെയുണ്ടാവും? അപ്പൊ നേരത്തെ പറഞ്ഞു വിവേകം വേണമെന്ന്. വിവേകം എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? നിത്യമായ സുഖത്തെ തരുന്ന അതിനോട് ഒരു ഇഷ്ടം വരണം. അനിത്യമായ സുഖത്തെ തേടി പോകുമ്പോൾ ആ സുഖം ലഭിച്ചാലും അത് വീണ്ടും ദുഃഖത്തെ തരും എന്ന് മനസ്സിലാക്കണം. അതാണ് വിവേകം എന്ന് പറഞ്ഞു. ആ വിവേകം തന്നെയാണ് ഇവിടെയും ആവശ്യം. ഈ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ
ലൗകിക വസ്തുക്കളോടുള്ള അമിതമായ താല്പര്യം കുറച്ചു കൊണ്ടുവരാം. അതിനെന്ത് വേണം? അതിന് വിവേകമുണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോ വൈരാഗ്യം വിവേകത്തോടു കൂടി അല്ലാതെ വൈരാഗ്യം ഉണ്ടായാൽ അത് നിലനിൽക്കില്ല. എന്തെങ്കിലും ഒരു സാധനത്തിനോടുള്ള ദേഷ്യം കൊണ്ടോ, അല്ലെങ്കിൽ അത് കിട്ടാത്തപ്പോൾ ഉള്ള ഒരു പ്രശ്നം കൊണ്ടോ, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും അസുഖം വരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാറ്റിവെക്കൽ കൊണ്ടോ, അങ്ങനെയൊക്കെ ഭോഗവസ്തുക്കളിൽ ഒരു വൈരാഗ്യം ഉണ്ടായാൽ അത് നിലനിൽക്കില്ല. പക്ഷെ തിരിച്ചറിവ് കൊണ്ട്, വിവേകം കൊണ്ട്, നമ്മുടെ സ്വന്തമായ അറിവിനാൽ നമ്മൾ അതിൽ നിന്ന് അകന്നു നിൽക്കുകയാണെങ്കിൽ അപ്പോഴാണ് ആ വൈരാഗ്യം നിലനിൽക്കുകയും. അപ്പോൾ വിവേകം അത്യാവശ്യമാണ് വൈരാഗ്യം ഉണ്ടാകാൻ. വൈരാഗ്യം എന്നത് പേടിക്കേണ്ട ഒരു കാര്യമല്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് സമ്പാദിക്കാവുന്ന ഒരു സാധനയാണ്. അതുകൊണ്ട് വളരെയധികം മനസ്സമാധാനം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇപ്പോ മറ്റു വിധത്തിൽ വൈരാഗ്യം ഉണ്ടായാൽ നിലനിൽക്കില്ല എന്നുള്ളതിന് ഇപ്പൊ നമുക്ക് കാപ്പി, ഒരു ഗ്ലാസ് കാപ്പി കൊണ്ടുവയ്ക്കുന്ന ഒരാൾ, ചൂടായിട്ട് ഗ്ലാസ് കാപ്പി കൊണ്ടുവയ്ക്കുന്ന ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് അതിനകത്ത്, അപ്പൊ കാപ്പി നമുക്ക് ഇഷ്ടമാണ്, നമ്മൾ കുടിക്കും, കാപ്പി ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കാപ്പി തന്നെ. പെട്ടെന്ന് അതിനകത്തൊരു ഈച്ച പറന്നതിനകത്ത് വന്ന് വീണു. പിന്നെ നമ്മൾ ആ കാപ്പി കുടിക്കുവോ? കുടിക്കില്ല. അപ്പൊ ആ കാപ്പി വേണ്ട എന്ന് പറയും. ആ കാപ്പി എടുത്തുകൊണ്ട് കള പറയും, കാപ്പി കുടിക്കില്ല. അപ്പോ കാപ്പി വേണ്ട എന്ന് പറഞ്ഞത് വൈരാഗ്യം മൂലമാണോ? അല്ല. ആ കാപ്പിയിൽ, ആ കൊണ്ടുവച്ച കാപ്പിക്കകത്ത് ഒരു ഈച്ച വീണപ്പോ അത് നല്ലതല്ലാത്തത് കൊണ്ട്, മോശമായി പോയത് കൊണ്ട് അതപ്പോ വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ വേറെ ഒരു ഗ്ലാസ് കാപ്പി കൊണ്ട തന്നാലോ നമ്മൾ കഴിക്കും. അപ്പോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അത് വൈരാഗ്യം അല്ല. അതിനെ വൈരാഗ്യമായിട്ട് കാണാനും പാടില്ല. കാപ്പിയോട് തന്നെ വൈരാഗ്യമാണെങ്കിൽ എന്ത് പറയും? എനിക്ക് കാപ്പി വേണ്ട കേട്ടോ, ഞാൻ കാപ്പി കുടിക്കാറേ ഇല്ല, എനിക്ക് കാപ്പി വേണ്ട. അത് ആണ് കാപ്പിയോടുള്ള താല്പര്യമില്ലായ്മ. ആ കാപ്പി കുടിക്കുമ്പോൾ ഉള്ള സുഖം നമുക്ക് വേണ്ട. അപ്പോ ഈ ഒരു ഗ്ലാസ്സിനകത്ത് ഈച്ച വീണപ്പോ ആ പർട്ടിക്കുലർ കാപ്പിയോടെ നമുക്ക് താല്പര്യമുള്ളേ ഉള്ളൂ. കാരണം ആ നിമിഷത്തില് അനിഷ്ടമായ എന്തോ ഒന്ന് സംഭവിച്ചത് കൊണ്ട് മാത്രമാണ് ആ കാപ്പിയോട് വേണ്ട എന്നൊരു തോന്നൽ വന്നത്. അനിഷ്ടമായത് എന്തോ സംഭവിച്ചതിനാൽ മാത്രം അപ്പൊ ഒരു വൈരാഗ്യം ആ ഗ്ലാസ്സിലെ കാപ്പിയോട്. അങ്ങനെ ചില സമയങ്ങളിൽ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ചില വസ്തുക്കളോട് ഉണ്ടാകുന്ന ഇഷ്ടക്കുറവല്ല യഥാർത്ഥ വൈരാഗ്യം. ചില നിമിഷങ്ങളിൽ അനിഷ്ടമായത് സംഭവിച്ചതിനാൽ മാത്രം ഉണ്ടാകുന്ന ഒരു ഇഷ്ടക്കുറവ് അല്ല വൈരാഗ്യം എന്ന പദം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വൈരാഗ്യം ശരിയായ അറിവിലൂടെ വരണം. വൈരാഗ്യം വരേണ്ടത് ശരിയായ അറിവിലൂടെ. അതായത് വിവേകം മൂലമേ വൈരാഗ്യം വന്നാൽ ആ വൈരാഗ്യം നിലനിൽക്കുകയും, പെട്ടെന്നൊരു സാഹചര്യത്തിലുണ്ടായ, ഒരു സന്ദർഭത്തിലുണ്ടായ ചില കാരണങ്ങളെ കൊണ്ട് വൈരാഗ്യം ഉണ്ടായാൽ ആ വൈരാഗ്യം നിലനിൽക്കില്ല. അതിന് ശരിക്കും വൈരാഗ്യം എന്നുള്ള പേര് നമുക്ക് അവിടെ കൊടുക്കുന്നതും ശരിയല്ല. കാരണം അതൊക്കെ വെറുപ്പ്, ഇഷ്ടക്കുറവ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ വെറുപ്പിൽ കൂടിയൊക്കെ വരുന്നു. വെറുപ്പ്, അതിനോടൊരു വെറുപ്പ് തോന്നി അപ്പൊ വരുന്നതാണ്. ആ വെറുപ്പിൽ കൂടി വരുന്ന ഒരു അത് വേണ്ട എന്നുള്ള ഒരു തോന്നല് അത് വൈരാഗ്യമല്ല. അതിനെ വൈരാഗ്യം എന്ന് വിളിക്കാൻ പറ്റില്ല. ശ്മശാന വൈരാഗ്യം എന്ന് പറയും പഴയ ആൾക്കാർ. ശ്മശാന വൈരാഗ്യം അതെന്താണ്? ഒരാൾ മരിച്ചു, നമ്മുടെ വീടിന്റെ അടുത്ത് ഒരാൾ മരിച്ചു. അപ്പൊ നമ്മളവിടെ ചെന്നു, നമ്മൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ പറയും, ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം, എത്ര നേരം വേണം, എന്നിട്ടാണ് നമ്മൾ ഇതൊക്കെ കൂട്ടി വെക്കുന്നത്, ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇങ്ങനെ നമ്മൾ കുറെ വേദാന്തമൊക്കെ പറയും ആ സമയത്ത്. ഇതിപ്പോ അങ്ങോട്ട് കൊണ്ടുപോയി എടുത്താൽ കഴിഞ്ഞില്ലേ, ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം, എപ്പോഴാണെന്ന് ആർക്കറിയാം? ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറയും.
അത് യഥാർത്ഥ വൈരാഗ്യമാണോ? നമ്മളുടെ ജീവിതത്തിനോട് യഥാർത്ഥ വൈരാഗ്യമാണോ ആ സമയത്ത് നമ്മൾ സംസാരിക്കുന്നത്? അല്ല, അതാ കുറച്ച് സമയത്തേക്ക് ആ ഡെഡ് ബോഡി അവിടെ നിന്ന് കൊണ്ടുപോയി ദഹിപ്പിക്കുന്നവരെയോ അല്ലെങ്കിൽ ദഹിപ്പിച്ച് ഒരു ദിവസത്തേക്കോ അങ്ങനെ കുറച്ച് സമയം മാത്രം നിലനിൽക്കുന്ന ഒരു തരം വൈരാഗ്യമാണത്. അതിന് സ്ഥിരമായൊരു വൈരാഗ്യം എന്ന് പറയാൻ ജീവിതത്തോടുള്ളൊരു വലിയൊരു വൈരാഗ്യമാണോ ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്നത്? അല്ല. ആ പർട്ടിക്കുലർ സമയത്ത് കുറച്ചു നേരം മനസ്സിൽ ഈ യാഥാർത്ഥ്യങ്ങളെയൊക്കെ ഒന്ന് ഓർമ്മ വരുന്നൊരു സമയം, അത്രേ ഉള്ളൂ. അപ്പോ അത് ആ സമയത്ത് അവിടെ ഉണ്ടായ മരണം കൊണ്ട് നമുക്ക് അപ്പ തോന്നിയൊരു കാര്യം. അങ്ങനെയല്ല വൈരാഗ്യം ഉണ്ടാകണ്ടേ. വൈരാഗ്യം വിവേകത്തിലൂടെ ഉണ്ടാകണം. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിവേകത്തെക്കുറിച്ച് ഭംഗിയായിട്ട് പറഞ്ഞത്. നിത്യമായതില് ആഗ്രഹവും അനിത്യമായതില് ആഗ്രഹമില്ലായ്മയും. അതിനെ തിരിച്ചറിയൽ, നിത്യമായതിനെ തിരിച്ചറിയലും അനിത്യമായതിനെ തിരിച്ചറിയുക, അത് നമുക്ക് വേണ്ടതല്ല എന്ന് തിരിച്ചറിയുക. നിത്യമല്ല എന്ന് മനസ്സിലാക്കുക. അനിത്യമായതിനെ ശരിക്കും അതിന്റെ അനിത്യത്വത്തെ മനസ്സിലാക്കുക. ആ അനിത്യം ആണ് എന്നത് മനസ്സിലാക്കുന്നതാണ് വിവേകം. ആ വിവേകം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വൈരാഗ്യത്തിലേക്ക് നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ. അപ്പൊ വിവേകത്തിലൂടെ വൈരാഗ്യം വരണം. വേറെ ഒരു രീതിയിലും വൈരാഗ്യം വന്നിട്ട് കാര്യമില്ല. വിവേകത്തിലൂടെ വരണം. വിവേകം ഉണ്ട് എന്നാൽ അത് വൈരാഗ്യത്തെ തരുമോ? നല്ലൊരു ചോദ്യമാണ്. വിവേകമുണ്ട്, വൈരാഗ്യത്തെ തരുമോ വിവേകം? അങ്ങനെ തരില്ല. വിവേകം ഇപ്പോ ഒരുവിധം എല്ലാ ആൾക്കാർക്കും തിരിച്ചറിവ്, നല്ലതേത് ചീത്തയേതെന്ന് തിരിച്ചറിവ്, അങ്ങനെയുള്ള വിവേകമൊക്കെ എല്ലാവർക്കും ഉണ്ട്, ഒരുവിധമൊക്കെ ആൾക്കാർക്കുണ്ട്. പക്ഷേ എത്ര പേർക്ക് വൈരാഗ്യമുണ്ട്? വളരെ ചുരുക്കം പേരിക്കേ കാണുന്നു. ശരിയായിട്ടുള്ള ആത്മീയ പാതയിൽ മുന്നേറണം, ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തണം, ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകണം, ആത്മതത്വം അറിയണം, ആത്മാവിനെ തിരിച്ചറിയണം, ഞാൻ ആത്മാ എന്ന് എനിക്ക് തിരിച്ചറിവ് ഉണ്ടാകണം. അങ്ങനെയൊക്കെ നോക്കി പോകുന്നവർക്കേ വൈരാഗ്യത്തിലേക്ക് പതുക്കെ പതുക്കെ കാലെടുത്ത് വെച്ച് വൈരാഗ്യം ഉണ്ടാകുകയുള്ളൂ. അവർ മാത്രമേ അതിന് പോവുകയുള്ളൂ, അല്ലാത്തവരൊന്നും അതിന് പോവില്ല. കാരണം വൈരാഗ്യം എന്ന് കേൾക്കുമ്പോഴേ പേടിയാ, എന്തെല്ലാമോ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു തോന്നല. സുഖഭോഗങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി പോകും എന്നൊരു തോന്നലാണ്. വൈരാഗ്യം എന്ന് കേട്ടാൽ ഭയമാണ് അവർക്ക്, ആ വാക്കേ പേടിയാ അവർക്ക്. അപ്പോ വിവേകമുണ്ട്, പക്ഷെ വൈരാഗ്യം ഉണ്ടായിക്കൊള്ളുന്ന ഒരു നിർബന്ധവുമില്ല. എന്നാൽ വൈരാഗ്യം ഉണ്ടാകണമെങ്കിൽ വിവേകം വേണം നിർബന്ധമാണ്. അതായത് അറിവിലൂടെ വൈരാഗ്യം വരണം. അറിവുണ്ടായത് കൊണ്ട് മാത്രം വൈരാഗ്യം വരില്ല, അതാണ് ഇതിന്റെ വ്യത്യാസം. അറിവിലൂടെ വൈരാഗ്യം വരണം, പക്ഷെ അറിവുണ്ടായത് കൊണ്ട് മാത്രം വൈരാഗ്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. വൈരാഗ്യം അതെന്താണെന്ന് മനസ്സിലാക്കാനും അത് ഒരാളെ പറഞ്ഞ് പഠിപ്പിക്കാനും സ്വയം ആചരിക്കാനും വളരെ 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 ബുദ്ധിമുട്ടാണ്. ഇത് വലിയൊരു സാധനയാണ്. അതേസമയം അതിനകത്തേക്കൊന്ന് പ്രവേശിച്ച് കഴിഞ്ഞാൽ, ഒന്ന് കാലെടുത്ത് വെച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന സുഖം അറിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ്. പിന്നെ അത് നമുക്ക് വളരെ ആഗ്രഹമായിട്ട് വരും. നമ്മൾ വളരെ വളരെ പെട്ടെന്ന് പലതിൽ നിന്നും വൈരാഗ്യം നമുക്ക് തന്റെ മനസ്സിലുണ്ടാവും. കാരണം അതിലൂടെ ലഭിക്കുന്ന സുഖം മനസ്സിലാകാഞ്ഞിട്ടാണ് ഇപ്പോ വൈരാഗ്യത്തിലോട്ട് നമ്മൾ പോകാത്തത്. നമ്മുടെ ധാരണ സുഖങ്ങൾ നഷ്ടപ്പെടുന്നൊരു തോന്നലാണ്. പക്ഷെ ഇതിനേക്കാൾ ഉപരിയായ ഒരു ശാശ്വത സുഖം അതിൽ കൂടി വരും എന്ന് മനസ്സിലാക്കുമ്പോൾ വൈരാഗ്യം പതുക്കെ പതുക്കെ നമ്മൾ അതിലേക്ക് പ്രവേശിക്കും. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാനം കൊടുക്കുന്നു. ഇപ്പൊ കയ്യിലുള്ള പൈസ, പോക്കറ്റിൽ കുറച്ച് രൂപയുണ്ട്, ഒരു ആളൊരു മരുന്നിന് വേണ്ടിയിട്ട് വയ്യാത്തൊരാള് ഒരു മരുന്നിന്റെ സ്ലിപ്പും കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു മരുന്ന് മേടിച്ചു തരുമെന്ന് ചോദിച്ചു. ആദ്യം ഒരു മടി തോന്നിയാലും പിന്നെ നമ്മളതൊന്ന് ചെയ്തു. ഒരു ഈശ്വരൻ അനുഗ്രഹത്താൽ പെട്ടെന്ന് മനസ്സിലൊരു തോന്നലുണ്ടായി, നമ്മൾ സഹായിച്ചു. ആ സഹായിച്ച് കഴിയുമ്പോൾ അയാൾ ആ മരുന്ന് മേടിച്ചു, അയാള് വളരെ സന്തോഷം എന്ന് പറയുന്നു, അയാളുടെ അസുഖം ഒന്ന് കുറയുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു എന്താ പറയാ, മനസ്സിന് ഒരു സുഖം കിട്ടും. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഒരു പ്രത്യേക സുഖം നമുക്ക് കിട്ടും. ആരെ സഹായിച്ചാൽ, അതായത് പേരിന് വേണ്ടിയല്ലാതെ, എന്റെ പേരും പെരുമയും പ്രശസ്തിയും അതിനു വേണ്ടി അല്ലാതെ യഥാർത്ഥമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു ആളെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ സഹായിച്ചാൽ
നമുക്ക് മനസ്സിലൊരു പ്രത്യേക സുഖം നമുക്കുണ്ടാവും. അത് കുറച്ചു സമയം നിലനിൽക്കും. പിന്നെ നമ്മൾ അടുത്ത ചിന്തയിലേക്ക് പോകുമ്പോൾ ആ സുഖം നഷ്ടപ്പെടും. അപ്പൊ നേരെ മറിച്ച് ഈ ദാനം കൊടുക്കുക എന്നുള്ളത് എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ അതിന്റെ സുഖം എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കാനും പറ്റും. ഇപ്പോ ഒരു ഭിക്ഷക്കാരെങ്കിലും വീട്ടിൽ വന്ന്, യാചകരാരെങ്കിലും വീട്ടിൽ വന്നൊരു കുഞ്ഞിനെ കൊണ്ടുവന്നു, ഒത്തിരി വിശന്നിരിക്കുന്ന കുഞ്ഞ്, അമ്മയും. അപ്പൊ നമ്മൾ വേഗം പെട്ടെന്ന് തന്നെ നമ്മുടെ അവിടെ ഇരിക്കുന്ന ഭക്ഷണം ഏതോ രാവിലെ ഉണ്ടാക്കിയിരിക്കുന്ന ഏതോ അതെടുത്ത് കൊടുത്തു. ആ കുഞ്ഞും അമ്മയും അത് കഴിച്ചു. അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ചൈതന്യം കാണാം. ആ കണ്ണുകളിൽ ഒരു ചൈതന്യം കാണാം, ഒരു സംതൃപ്തി കാണാം. ആ സംതൃപ്തിയാണ് ഈശ്വരൻ. ആ കണ്ണിൽ കാണുന്ന ചൈതന്യമാണ് ഈശ്വരൻ. അതാണ്, ആ സംതൃപ്തിയാണ് ഈശ്വരൻ. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളില് ഇതേ ഈശ്വരൻ തന്നെയാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഈ അന്തര്യാമിയും ആ അന്തര്യാമിയും ഒന്ന് തന്നെയാണ്. അപ്പോ ശരിക്കും നല്ല മനസ്സോടുകൂടെയാണ് ആ ഭക്ഷണം കൊടുത്തിരുന്നത്, ആ കുഞ്ഞിന്റെ വിശപ്പ് മാറട്ടെ എന്ന് ആഗ്രഹിച്ചാണ് ചെയ്തിരുന്നത് എങ്കിൽ ഈ അന്തര്യാമി, ആ അന്തര്യാമിയും ഈ അന്തര്യാമിയും ഒന്നായതുകൊണ്ട് ഒരു പ്രത്യേക സന്തോഷം, ഒരു പ്രത്യേക സുഖം അവിടെ നമുക്ക് ലഭിക്കും. ഇത് നോക്കണം, ഇത് ചെയ്തു നോക്കിയാലേ പറ്റുള്ളൂ. ഇതിപ്പോ ഒരാൾ പറയുന്നത് കൊണ്ട് ഇത് മനസ്സിലാവില്ല. ഇത് പ്രാവർത്തികമാക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോ നമ്മൾ വീണ്ടും വീണ്ടും ഈ ഒരു അവസരത്തിന് വേണ്ടി ഈശ്വരനോട് ചോദിക്കും. ആരെങ്കിലും വന്നാൽ ഇന്ന് ഒന്ന് കൊടുക്കാമായിരുന്നു, ഇന്ന് കുറച്ച് ഭക്ഷണം കൊടുക്കാമായിരുന്നു ആരെങ്കിലും വന്നാൽ എന്ന് നമ്മുടെ മനസ്സ് പറയും. അത് അനുഭവിച്ചറിയണം. അങ്ങനെ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അന്ന് ആരെങ്കിലും നമ്മുടെ മുമ്പിൽ വന്നിരിക്കും. എത്ര പേരുണ്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നത്? ആരും വരാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നവരാണ് കൂടുതൽ. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ആത്മീയ പാതയിൽ മുന്നേറണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഈ സ്റ്റെപ്പുകളൊക്കെ കടക്കണം. നമ്മൾ ആഗ്രഹിക്കണം, ഭഗവാനെ ഇന്ന് എനിക്ക് ഒരാൾക്ക് അന്നദാനം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് വൈദ്യസഹായം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും കൊടുത്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് അകമഴിഞ്ഞ് ഈശ്വരനോട് പ്രാർത്ഥിച്ചു നോക്കൂ. തീർച്ചയായും നമ്മുടെ മുമ്പിൽ ആരെങ്കിലും വന്നിരിക്കും. അതാണ് ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ്. എല്ലാവരിലും ഈശ്വരതത്വമാണ് എന്നുള്ളതിൽ, എല്ലാവരിലുമുള്ള അന്തര്യാമി ഒന്നാണ് എന്നുള്ളതിന്റെ തെളിവാണ്. ഇങ്ങനെ ഈ തെളിവിനെ പരീക്ഷിച്ച് ഉറപ്പിക്കണം ഉള്ളിൽ. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ആത്മീയ പുരോഗതി നമുക്ക് ഉണ്ടാകും. അപ്പോഴേ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, മന ഏകാഗ്രത, മനഃശുദ്ധി, മനവിശാലത, ഇത് 3ഉം കയറി 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 വരുള്ളൂ. ഇത് വന്നാൽ 3ഉം ആയാലേ പൂർണ്ണ സംതൃപ്തിയിലേക്ക് വരൂ, മോക്ഷത്തിലേക്ക് വരും. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറണം. അപ്പോ വിവേകത്തിലൂടെ വേണം ശരിയായ വൈരാഗ്യം ഉണ്ടാകാൻ. അപ്പോ ഒരു ചോദ്യം, ഏത് തരം വിവേകമാണ് വൈരാഗ്യത്തെ തരിക? ചോദ്യങ്ങൾ ഭയങ്കര നല്ല ചോദ്യങ്ങളാണ്. ഏത് തരം വിവേകം വൈരാഗ്യത്തെ തരും? ഏത് തരം അറിവുകൾ, ഏത് തരം വിവേകം വേണം? അതാണ് പിന്നത്തെ ചോദ്യം വരുന്നത്. ആദ്യമായി നമ്മൾ ഏത് ഭോഗത്തെ, ഏത് സുഖത്തെ സമീപിക്കുന്നുവോ, അല്ലെ? നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് സുഖങ്ങൾ, നമ്മൾ എല്ലാവരും എല്ലാ സുഖങ്ങൾക്കും വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. സുഖത്തെ തേടിയുള്ള യാത്രയാണ് ജീവിതം. ഓരോ സ്റ്റെപ്പിലും എല്ലാം സുഖം എവിടെ, സുഖം എവിടെ, സുഖം എവിടെ, ഇതന്വേഷിച്ചാണ് യാത്ര. ആ യാത്രയിൽ ഏത് ഭോഗത്തെ സമീപിക്കുന്നുവോ ആ ഭോഗങ്ങൾ അനിത്യമാണ് എന്ന വിവേകമാണ് വരേണ്ടത്. ഈ ഭോഗങ്ങൾ അനിത്യമാണ്, നിത്യമായ സുഖത്തെ തരില്ല എന്ന ബോധം. അപ്പൊ ഇതൊക്കെ കുറച്ച് ആത്മീയ പാതയിൽ മുന്നേറുന്നവർക്കേ മനസ്സിലാവുള്ളൂ. സാധാരണ വെറും ലൗകിക ജീവിതം നയിക്കുന്നവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ വെച്ചാൽ നമ്മളൊക്കെ ആ വഴിക്ക് കടന്നു വന്നവരാണ്. ആ സമയത്തൊന്നും നമുക്കിതൊന്നും പറ്റില്ല. ഇതിനൊരു സമയമുണ്ട്. ജീവിതത്തിലെ ആ പല സ്റ്റെപ്പുകളിൽ കടന്ന് പ്രാരബ്ധം അനുഭവിക്കുന്ന ഒരുപാട് സമയമുണ്ട്.
ആ പ്രാരബ്ധത്തിൽ കൂടി നീന്തി വന്ന് ഒന്ന് ശാന്തമായിരിക്കുമ്പോഴാണ് ഇതൊക്കെ ആലോചിക്കാൻ തോന്നുക. അങ്ങനെ തന്നെയാണ് പ്രകൃതിയുടെ നിയമം, അത് തന്നെയാണ്. അങ്ങനെയാണ് ശരീരം കിട്ടുന്നത് പ്രാരബ്ധം ഉള്ളത് കൊണ്ടാണല്ലോ. അപ്പൊ ആ പ്രാരബ്ധം കുറെ അനുഭവിച്ചേ പറ്റുള്ളൂ. സഞ്ചിത കർമ്മത്തിൽ നിന്ന് പ്രാരബ്ധം എടുത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറെ ആയി കഴിയുമ്പോ ഈ ബാണക്കെട്ടിൽ കുറച്ചങ്ങ് കുറഞ്ഞ് ബാണക്കെട്ടിൽ ഇനി കുറച്ചേ ഉള്ളൂ എന്നുള്ള സമയം വരുമ്പോഴോ ആണ് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മളിൽ വരിക. അങ്ങനെ തന്നെയാ വരണ്ടേ. അപ്പോഴേ അതിന് പാകമാവുകയുള്ളൂ, പക്വത വരികയുള്ളൂ. അപ്പൊ അങ്ങനെ ആ ഭോഗങ്ങൾ അനിത്യമാണ് എന്ന വിവേകം, ആ വിവേകമാണ് അവിടെ ഉണ്ടാകുന്നത്. ജഗത് മിഥ്യ, നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ, ജഗത് മിഥ്യ എന്നുള്ളതിന്റെ ചെറിയൊരു വിശദീകരണം. അത് വളരെ വലിയൊരു പദമാണ്. അതിന്റെ അർത്ഥം ഒരുപാട് ആചാര്യന്മാർ ഒരുപാട് രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എളുപ്പമൊന്നും മനസ്സിലാവില്ല ജഗത് മിഥ്യ എന്നുള്ളതിന്റെ. എന്നാലും ചെറിയൊരു രീതിയിൽ തൽക്കാലം മനസ്സിലാക്കേണ്ട രീതിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ അന്തവത്, അനിത്യം, ഇങ്ങനെയൊക്കെ മനസ്സിലാവണം. ഇതിനൊക്കെ ഒരു എൻഡുണ്ട്. ഈ സുഖഭോഗങ്ങളൊക്കെ എൻഡുള്ളതാണ്. ഇത് നമുക്ക് സ്ഥിരമായിട്ട് സുഖത്തെ തരില്ല. ഇത് മാത്രമല്ല, ഇത് ദുഃഖത്തെ തരുന്നും കൂടി വേറൊരു വെർഷനും കൂടെ ഉണ്ട്. അപ്പോ ഒന്നിലെ ഞാൻ നശിക്കും, അല്ലെങ്കിൽ ആ വസ്തു നശിക്കും. അതാണല്ലോ സത്യം, ഇല്ലേ? ഒരു സുഖത്തെ അനുഭവിക്കുമ്പോൾ രണ്ടു തരത്തിലെ നാശം വരാം. ഒന്ന്, നമ്മൾ അനുഭവിച്ച സുഖം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക, കുറെ കാലമായിട്ട് സുഖിക്കുക, വേണ്ട സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എത്ര കാലം പറ്റും? ആയുസ്സിനൊരു കണക്കുണ്ടല്ലോ. അത് കഴിയുമ്പോൾ അത് നശിക്കും. അപ്പൊ ഒന്നിലെ നമ്മൾ പോകും. അല്ലെങ്കിലോ ഏതെങ്കിലും തരത്തില് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ സുഖം നശിക്കും. അതിന്റെ അവൈലബിലിറ്റി ഇല്ലാതെ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി വല്ല പ്രളയമോ, അല്ലെങ്കിൽ ഇപ്പൊ കൊടും ചൂട്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും പ്രകൃതിയിൽ നിന്നുണ്ടാകാം. ഏതെങ്കിലും തരത്തില് അത് മൂന്ന് തരത്തില് നമ്മൾ ഓം ശാന്തി 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 പറയുന്ന ആ മൂന്ന് തരത്തിലും ഈ സുഖഭോഗങ്ങൾ നമുക്ക് നഷ്ടപ്പെടാം. ഏത് തരത്തിൽ വേണമെങ്കിൽ നഷ്ടപ്പെടാം. അവനവൻ്റെതായ കുഴപ്പം കൊണ്ടുണ്ടാകാം, മറ്റുള്ളവരിൽ നിന്നുള്ള കുഴപ്പം കൊണ്ടുണ്ടാകാം, പ്രകൃതിയിൽ നിന്നുള്ള കുഴപ്പങ്ങളിൽ നിന്നുണ്ടാകാം. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ വരാം, നാശം എങ്ങനെ വേണമെങ്കിൽ വരാം. അപ്പൊ ഒന്നാമതായിട്ട് അറിയേണ്ടത് അനിത്യം എന്നുള്ളതിനെ തിരിച്ചറിയുന്ന വിവേകമാണ് വൈരാഗ്യത്തിന് വേണ്ടത് എന്ന്. രണ്ടാമതായിട്ട് ഭോഗം നശിച്ചോട്ടെ, ശരി, കുഴപ്പമില്ല. എനിക്ക് ഇപ്പോൾ ഭോഗം സുഖം തരുന്നുണ്ടല്ലോ, നശിച്ചു പൊക്കോട്ടെ, അതിനെന്താ? ഇപ്പൊ ഞാൻ ഐസ്ക്രീം കഴിക്കുന്നു, എനിക്ക് നല്ല സുഖമുണ്ട്, അത് തീർന്നു, പൊക്കോട്ടെ, കുഴപ്പമില്ല. ഇതുപോലെ എല്ലാ സുഖഭോഗങ്ങളെയും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു കൂട്ടരുണ്ടല്ലോ നമ്മുടെ ഇടയിൽ തന്നെ ധാരാളമുണ്ട്. തീരുമ്പോ തീരട്ടെ, അതിനിപ്പോ എന്നാ കുഴപ്പം, ഇപ്പൊ എനിക്ക് സുഖം കിട്ടുന്നുണ്ട്, അത് നോക്കിയാൽ മതിയല്ലോ, വേറെ എന്തിനാ വേറെ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കണേ, നാളത്തെ കാര്യം നാളെ, അത് പിന്നെ നോക്കാമല്ലോ, ഇപ്പൊ കിട്ടുന്ന സുഖങ്ങളൊക്കെ അനുഭവിക്കുക. അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ് കൂടുതൽ പേര്. അപ്പൊ പിന്നെന്താ കുഴപ്പം, ഇങ്ങനെ പൊക്കോട്ടെ. അപ്പോൾ ആത്മീയമായിട്ട് അറിയണം എന്നുള്ളവർക്കും ആത്മജ്ഞാനം വരണം എന്നുള്ളവരും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു തത്വമുണ്ട്. അതായത് ബന്ധകത്വം എന്ന് പറയും. ഇവിടെ ഒരു ബന്ധകത്വം സംഭവിക്കും. അതായത് ബന്ധനം അവിടെ വരും. അതായത് ഈ ഭോഗങ്ങള് നമ്മളെ ബന്ധപ്പെടുത്തും. അത് നമ്മൾ ചിന്തിക്കില്ല. ഇപ്പൊ സുഖം കിട്ടുന്നുണ്ട്, ഓക്കെ, നാളെ കിട്ടും, നാളെ കിട്ടിക്കോട്ടെ, അങ്ങനെ അങ്ങോട്ട് പൊക്കോട്ടെ, എന്തിനും അത് വേണ്ടെന്ന് വെക്കണം. ഇതിന് നിത്യം അനിത്യം ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സുഖങ്ങൾ അനുഭവിക്കുക, ശരീരം കിട്ടിയിട്ടുണ്ട്, അനുഭവിച്ചുള്ള നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ എന്തിനാ അത് വേണ്ടാന്ന് വെക്കണം, എന്തിനാ വൈരാഗ്യം എന്നൊക്കെ പറഞ്ഞ പൊതുവെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് പോണേ എന്ന് വിചാരിച്ചാൽ ആത്മീയമായിട്ടുള്ള ഒരു വഴിയിൽ കൂടി സഞ്ചരിക്കുന്ന ആള് അങ്ങനെ ചിന്തിച്ചാൽ പറ്റില്ല. ആത്മീയമായിട്ട് ചിന്തിക്കുന്ന ആള് ചിന്തിക്കണം, ഇത് ഒരു ബന്ധനത്തെ നമ്മളിൽ സൃഷ്ടിക്കും. ഒരു സ്വീറ്റിലെ ഒരു രുചി, നിസ്സാര ഉദാഹരണത്തിന് ഒരു സ്വീറ്റ് ജിലേബി, അതിലെ ഒരു രുചിയുണ്ട്. ആ ജിലേബിയിലെ ഒരു രുചി ഒരു കടയില്, നമ്മുടെ അടുത്തുള്ള ഒരു ആര്യാസ് ഹോട്ടലോ ഏതെങ്കിലും ഒരു ഹോട്ടലിന്റെ അതിലെ പോകുമ്പോഴാണ് നല്ല ജിലേബി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടത്. മേടിച്ചു, കഴിച്ചു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോ അങ്ങനെ പിന്നെ വേണമെങ്കിൽ അങ്ങോട്ടൊന്നും പോകുന്ന ആള് അയാൾ എന്താ ചിന്തിക്കുക, മേടിച്ചു കഴിച്ചു, ഓക്കെ. പിറ്റേ ദിവസം
അതിലെ പോകുമ്പോൾ, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് അതിലെ പോകുമ്പോൾ ഈ ജിലേബി അവിടെ ഇരിക്കുന്ന കണ്ടാൽ എന്താണ് മനസ്സിൽ തോന്നുക? സാധാരണ നിലയ്ക്ക് എന്താ തോന്നുക? നല്ല രുചിയാണ്, അത് വേണമെന്ന് തോന്നൂല്ലോ അല്ലെ? അപ്പൊ ഈ ആദ്യത്തെ കഴിച്ചപ്പോൾ ഉണ്ടായ രുചിയാണ് മനസ്സിലെ ഇപ്പോൾ അത് കിട്ടിയാൽ നന്നായിരുന്നു, അതിൻ്റെതായ ഒരു രുചി സുഖം എനിക്ക് കിട്ടും, ജിലേബി നല്ല രുചിയാണ് എന്ന് തോന്നാൻ കാരണം ആദ്യം കഴിച്ചപ്പോൾ ഉണ്ടായ രുചി മനസ്സില് ഒരു ബന്ധനം ഉണ്ടാക്കിയതാണ്. ഇങ്ങനെയൊന്നും സാധാരണ ആരും ചിന്തിക്കില്ല കേട്ടോ. നമ്മളിതൊക്കെ വേറെ വല്ലവരോടും പറയാൻ പോയാൽ അവർ പറയുന്ന നിലയ്ക്ക് നല്ല സുഖമില്ല. പക്ഷെ നമ്മുടെ അന്തിമ ലക്ഷ്യം വേറെ ആയതുകൊണ്ട്, ആത്മസാക്ഷാത്കാരമാണ് ലക്ഷ്യം എന്നുള്ളത് കൊണ്ട്, ഇതെല്ലാം ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമാണ് എന്നുള്ളത് കൊണ്ട്, സൂക്ഷ്മ ശരീരത്തെ നമുക്ക് ആവശ്യമില്ല, അതിനെയും കൂടെ ഉപേക്ഷിച്ചാലേ നമുക്ക് മോക്ഷം കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട്, കാരണശരീരവും കൂടെ നമ്മൾ ഉപേക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് ഈ വക ചിന്ത ആവശ്യമാണ്. വാസനകളാണ് കാരണശരീരമായിട്ടിരിക്കുന്നത്. സൂക്ഷ്മ ശരീരവും വാസന കൊണ്ടാണ് ശരീരത്തെ എടുക്കുന്നത്, പല പല കാര്യങ്ങളെ കൊണ്ട്. അപ്പൊ ഇതിന്റെ ഓരോരോ റൂട്ട് എടുത്ത് കളയും, ഓരോരോ വേർക്ക് ഇങ്ങനെ കുറച്ച് കളയാണ്. എന്നാല് അല്ലെങ്കിൽ എന്താ പറയാ, വറക്കുകയാണെന്ന് പറയും. ഒരു വിത്തിനെ വറുത്ത് കഴിഞ്ഞാൽ അത് മുളക്കില്ലല്ലോ. ആ വറവാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോ ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ അത് തന്ന ആ രുചി തന്ന ഒരു ഫീലിംഗ്, അതൊരു ബന്ധനമാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് ശ്രദ്ധിച്ചപ്പോ ആ ബന്ധനം നമ്മളെ അങ്ങോട്ട് ആകർഷിക്കും. ഈ കൂടിനകത്ത് ഇരിക്കുന്ന കണ്ടു, ജിലേബി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടു, നമ്മുടെ കണ്ണങ്ങോട്ട് പോയി, ഇത് കണ്ടു, ഉടനെ ഈ ബന്ധനം നമ്മളെ അങ്ങോട്ട് നയിക്കും. ഇത് മേടിക്കണം എന്നൊരു തോന്നൽ ഉള്ളിൽ വരും. കാരണം അത് ഒരിക്കൽ അനുഭവിച്ചതിനാലാണ്. ആ ഇരിക്കുന്ന ജിലേബിയുടെ രുചി അഥവാ സ്വാദ് ഒരിക്കൽ അനുഭവിച്ചത് കൊണ്ടല്ലേ അത് ആ തോന്നലുണ്ടായത്. നേരെ മറിച്ച് ഇത് കഴിക്കാത്ത ഒരാളാണെങ്കിൽ അതിലെ പോകുമ്പോൾ ഒരു കുഴപ്പമില്ല, അയാളങ്ങ് പൊക്കോളും. നമുക്കും ഉണ്ടല്ലോ അങ്ങനെ. ആ കടയിൽ വേറെ പല സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, നമ്മൾ കഴിക്കാത്ത പലതും ഉണ്ട്. അതിനോടൊന്നും നമുക്ക് ഈ ബന്ധനമില്ലല്ലോ. കഴിച്ച് ഇഷ്ടപ്പെട്ട് സുഖം അനുഭവിച്ച ഒരു കാര്യത്തിനോടാണ് ബന്ധനം വരുന്നത്. അപ്പോൾ ഇത് താൽക്കാലിക സുഖമാണെന്ന് അറിയുകയും ചെയ്യാം. താൽക്കാലിക സുഖമാണെങ്കിലും അതും ബന്ധനത്തിന് കാരണമാകും എന്നുള്ളതാണ് ഇവിടെ പറയുന്ന ഉപദേശം. അപ്പോ നമ്മുടെ സ്വതന്ത്രത അവിടെ പോയി. എന്താ സ്വതന്ത്രത പോകാൻ കാരണം? ജിലേബി എന്ന സംഭവത്തെ കാണുമ്പോൾ വേണം എന്നുള്ള ആഗ്രഹം. അപ്പൊ സ്വതന്ത്രത പോയി. അങ്ങനെ രണ്ടാമത്തെ കാര്യം പറയുന്നത്, ബന്ധകത്വം ഉണ്ടാകും ഒരിക്കൽ അനുഭവിച്ചാൽ. അതിനെ മറികടക്കണം വൈരാഗ്യം വരണമെങ്കിൽ. അപ്പോ വിവേകം, ഇങ്ങനൊരു കാര്യം, ഈ ഒരു വിവേകം ഉണ്ടാവണം ഉള്ളിൽ. ഇപ്പൊ ഇത് നിസ്സാരം ഇപ്പോഴത്തെ തലമുറയില് പുതിയ കുട്ടികൾക്ക് ഈ ഒരു ആത്മീയ ലെവലിൽ അല്ലെങ്കിലും നമ്മൾ കാണുന്നതാണ്. എങ്ങനെയാണ് ഈ എന്താ പറയാ, ഡ്രഗ്സ് ഒരിക്കൽ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഇതിന്റെ ഏജന്റുമാര് ഒരു പ്രാവശ്യം ഒരു കുട്ടിക്ക് ഇത് ഉപയോഗിക്കാൻ കൊടുക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു മുട്ടായിയുടെ കൂട്ടത്തിൽ ഒരു പൊടിയായിട്ടോ ജസ്റ്റ് സ്മെല് ചെയ്യാനോ ഇങ്ങനെ കൊടുക്കുമ്പോ ഈ ഒരു കിട്ടുന്ന ആ സമയത്ത് കിട്ടുന്ന ഒരു സുഖം ആ കുട്ടിയെ വീണ്ടും ഇതിലേക്ക് നയിക്കുന്നു. അത് തന്നെയാണ് ബന്ധനം. അപ്പോ എത്ര മോശമായിട്ടാണ് അതുകൊണ്ടുണ്ടാകുന്ന പരിണതഫലം. അതുപോലെ തന്നെയാണ് ആത്മീയമായി മുന്നേറുന്നവനും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന പരിണതഫലം. അപ്പൊ നമ്മൾക്ക് കഴിക്കാം, പക്ഷേ ബന്ധനമാകാതെ ശ്രദ്ധിക്കണം. അതാണ്. കഴിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല, ബന്ധനമാകരുത്. അതിന് എന്താണ് ഉപാധി? അത് വരുന്നുണ്ട് പുറകെ. മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ള കാര്യങ്ങളിൽ വരുന്നുണ്ട്. അപ്പൊ നോക്കാം. മൂന്നാമതായിട്ട് പറയുന്നു. അപ്പൊ രണ്ടാമതായിട്ട് ഭോഗം നിശ്ചോട്ടെ എന്നുള്ള വിചാരത്തിനെ പറ്റില്ല, ബന്ധനം ഉണ്ടാവും എന്ന് പറഞ്ഞു. മൂന്നാമതായിട്ട് അതൃപ്തികരം എന്ന് പറയുന്നു. അതൃപ്തികരം അതെന്താണ്? അതൃപ്തികരം നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്. നമ്മള് ജനിച്ച മുഴുവൻ, ഇപ്പൊ നമുക്ക് എത്ര വയസ്സായി? ഒരു 10, 60, 65, 70 ഒക്കെ എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, എന്തായാലും ഇത്രയും കാലം എത്ര ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടാവും? എത്ര ടൺ?
എത്ര ടൺ ഇഡലി കഴിച്ചിട്ടുണ്ടാവും, എത്ര വട കഴിച്ചിട്ടുണ്ടാവും, പല കണക്കും ഉണ്ടാവും. എത്ര ദോശ കഴിച്ചിട്ടുണ്ടാവും, എത്ര ചോറുണ്ടിട്ടുണ്ടാവും. അളവ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ ബോധം കെട്ട് താഴെ വിടും. അത്രമാത്രം നമ്മൾ കഴിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോൾ തൃപ്തനാണോ? ഇപ്പോഴും തൃപ്തിയുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ തൃപ്തിയാണോ? തൃപ്തിയായി, ഇനി എനിക്ക് ജീവിതത്തിൽ വടയേ വേണ്ട. തൃപ്തിയായി, എനിക്ക് ഇനി ഈ ഭക്ഷണം വേണ്ട. അങ്ങനെയില്ല. അപ്പൊ നമ്മൾ പറയാം അത് ശരീരത്തിന്റെ നിലനിൽപ്പിനാണെന്ന്. ശരി, നിലനിൽപ്പിന് ആവശ്യമുള്ളത് മാത്രം കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെയല്ലല്ലോ ഇപ്പൊ കഴിക്കുന്നത്. ശരീരം മുന്നോട്ട് പോകാൻ വേണ്ടത് മാത്രമല്ല കഴിക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ പ്രായം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ്, ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്താൽ അറിയാം ശരീരം നിലനിൽക്കാൻ എത്ര വേണം എന്നുള്ളതും അതിൽ കൂടുതൽ എന്തുമാത്രം കഴിക്കുന്നുണ്ടെന്നും. ഒരുപാട് അതിൽ കൂടുതൽ നമ്മൾ കഴിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് തൃപ്തി. തൃപ്തി ആയിട്ടില്ല, ഇപ്പോഴും തൃപ്തിയില്ല. കുറച്ചുകൂടെ ആകാമായിരുന്നു എന്നും തോന്നും. നന്നായിട്ട് പായസമൊക്കെ കൂട്ടി ഊണ് കഴിച്ച് എണീക്കുമ്പോൾ തൽക്കാലം മതി, ഇനിയിപ്പോ പറ്റില്ല, അത്രേ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇനിയിപ്പോ പറ്റില്ല എന്നാ പറയുന്നത്. എനിക്ക് മതിയായി, തൃപ്തിയായി, ഇനി വേണ്ട, എനിക്ക് ഇതിനോടൊന്നും ആഗ്രഹമില്ല, അതല്ല പറയുന്നത്. ഇനിയിപ്പോ ഇത്രേ പറ്റുള്ളൂ, ഇതിൽ കൂടുതൽ പറ്റില്ല, ഒരു നിവൃത്തിയില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം, അല്ലെങ്കിൽ അതെടുത്ത് ഫ്രിഡ്ജ് വെച്ചോളൂ, രാത്രി നോക്കാം, തണുത്ത് കഴിഞ്ഞ് ഒന്നുകൂടെ നന്നായിരിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഇഷ്ടംപോലെ ഈ അതൃപ്തി നമുക്ക് കാണാം. നമ്മൾ ഇത്രയൊക്കെ പറയുന്നത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ആത്മീയമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നതിന്റെ വെളിച്ചത്തിലാണ്. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ബോറടി ആയിട്ട് തോന്നാം. ഇതൊക്കെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ എന്ന്. ഉണ്ട് എന്നാണ് ആചാര്യസ്വാമികൾ ഇതിൽ കൂടി പറഞ്ഞു തരുന്നത്. അത് ഒറ്റ വാക്ക്, അതൃപ്തികരം എന്നുള്ളൊരു വാക്ക് എത്ര ഗംഭീരമാണത്, എത്രമാത്രം അത് അടിയിലോട്ട് പോകുന്നു. എവിടെയാണ് നമുക്ക് തൃപ്തി? ആലോചിച്ചു കഴിഞ്ഞാൽ അതൃപ്തനായിട്ടല്ലേ മരിക്കുന്നേ. അപ്പൊ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ശരീരത്തിൽ ഉള്ളപ്പോ തന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആത്മാവിനെ തിരിച്ചറിയാൻ, ആത്മാവാണ് ഞാനെന്ന് അജ്ഞാനം മാറാൻ നമുക്ക് സാധിക്കുമോ? എവിടെയെങ്കിലും ഒന്ന് തൃപ്തി വന്ന് തുടങ്ങണ്ടേ? അങ്ങനെ ശീലിക്കണം. ഓരോ 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 ഐറ്റമായിട്ട് പതുക്കെ പതുക്കെ. നമ്മളിപ്പോ നിത്യജീവിതത്തിൽ കുറേയായപ്പോ കുറെ നമ്മൾക്ക് മാറിയിട്ടുണ്ട്, നമ്മുടെ മുമ്പിൽ വന്ന് പെടാതിരിക്കുന്നുണ്ട്. കുറെ വന്ന് പെടുന്നതില് തൃപ്തനാകാൻ സാധിക്കണം. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കില്ല. വേണം എന്നൊരു ആഗ്രഹം മാറണം, അപ്പൊ തൃപ്തിയായി. അപ്പോ അതൃപ്തികരം. ഇപ്പൊ പല്ല് പോയാൽ അല്ലേ, കുറെ പ്രായമാകുമ്പോ പല്ല് പോകും. പല്ല് പോകുമ്പോ കടിച്ചു തിന്നാൻ പറ്റാത്തതിനെ പൊടിച്ചു തരാൻ പറയും. കണ്ടേ, മുറുക്കൊക്കെ ചില വയസ്സായവര് മുറുക്കിന്റെ സ്വാദ് കൊണ്ട്, നല്ല സ്വാദാണ് മുറുക്കപ്പൊ, പണ്ട് കടിച്ച് നന്നായിട്ടൊക്കെ ചടിച്ചടിച്ച് തിന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇതിന്റെ ടേസ്റ്റ് ഉള്ളിൽ ഒരു ബന്ധനം ഉണ്ടാക്കിയിരിക്കുക. അപ്പൊ ആരോ കൊണ്ടുവച്ചു മുറുക്ക്, പല്ലില്ല, കടിക്കാൻ നിവൃത്തിയില്ല. പറയും ഒന്ന് പൊടിച്ചു തന്നാ കൊള്ളാമായിരുന്നു, ചെറുതായിട്ടൊന്ന് ഇടിച്ചു തന്നാ കൊള്ളാമായിരുന്നു. അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. നമ്മൾ തന്നെ പല ഭക്ഷണങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് അകത്തേക്ക്, നാക്കിലേക്ക് അല്ലെങ്കിൽ വയറ്റിലേക്ക് ചെന്ന് കിട്ടാനായിട്ട്, നാക്കിൽ കൂടെ ഒന്ന് പോയി കിട്ടാനായിട്ട് അതിന്റെ രൂപഭാവങ്ങളൊന്ന് മാറ്റിയിട്ട് ചെയ്യും. വലിയ കട്ടിയുള്ളതിനൊന്ന് കട്ടി കുറച്ചും, ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും നമ്മൾ ചെയ്യും. അപ്പൊ പിന്നെ മറ്റുള്ള കാര്യങ്ങളിൽ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ കുറച്ച് പ്രായം കൂടുമ്പോ എന്തുണ്ടാവും? ഈ അതൃപ്തി ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് കട്ടിയായത് ഒഴിവാക്കിയിട്ട് സോഫ്റ്റ് ആയത് കഴിക്കാൻ തുടങ്ങും. ടേസ്റ്റുകളൊക്കെ ഒരേപോലെ ആയിരിക്കണം, പക്ഷെ കട്ടി വേണ്ട, സോഫ്റ്റ് ആയിരിക്കണം. അപ്പോ ഒരു ആചാര്യർ പറഞ്ഞു, എന്തിനധികം സാധാരണ നിലയ്ക്ക് നാച്ചുറൽ ആയിട്ട് വയസ്സാവുമ്പോൾ പല്ലു പോകും. അപ്പൊ നാച്ചുറൽ ആയിട്ട് പല്ലു പോയി കഴിയുമ്പോൾ പുതിയ സംവിധാനം വന്നിട്ടുണ്ടല്ലോ, ഫുൾ സെറ്റ് പല്ല് കിട്ടും. മൊത്തം 1-2 എന്നല്ല, മൊത്തം 32 പല്ലും പുതിയതായിട്ട് മാറ്റി വെക്കാൻ സംവിധാനമുണ്ട്. സുഖ വഴി ഇത് വെച്ച് കഴിയുമ്പോ എന്തായി? ഉടനെ കിട്ടുമല്ലേ, ആത്മസാക്ഷാത്കാരം ഉടനെ വരുമല്ലോ. പുതിയ പല്ല് വെച്ച് സുഖമായിട്ട് കണ്ടിച്ച് മുറിച്ചങ്ങ് കഴിക്കാം, എന്ത് വേണമെങ്കിൽ കഴിക്കാം.
പല്ല് വെക്കണ്ടെന്നല്ല, പുതിയ പല്ല് വെക്കാം, ആരോഗ്യപരമായിട്ട് ജീവിക്കാം, കൂടുതൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിച്ച് കുറച്ചുകൂടെ ശരീരത്തെ നല്ല ഹെൽത്തി ആക്കി ഈശ്വരനെ ധ്യാനിക്കാനായിട്ട്. ഏതാ നമ്മുടെ ഭദ്രം കർണേഭി ശൃണുയാമദേവാഹ ഭദ്രം പശ്യേമാക്ഷപര്യജത്രാഹ സ്ഥിരൈരംഗൈ തുഷ്ടുവാകും സസ്തനൂഭിഹി എന്ന് പറഞ്ഞ രീതിയിൽ അംഗങ്ങളും ശരീരമെല്ലാം നന്നായി ഈശ്വരനെ ആരാധിക്കാനുള്ള ഹെൽത്തോട് കൂടിയിരിക്കാനായിട്ട് പല്ലിന്റെ സെറ്റ് വെച്ച കുഴപ്പമൊന്നും. ഇങ്ങനെ നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഈ ബന്ധനത്തെ കളയാതെ ശരീരം വിട്ടു പോകാനുള്ള സകല സംവിധാനവും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ തൃപ്തി ഉണ്ടാകാൻ ശ്രമിക്കണം. ഏതെങ്കിലും ഓരോ കാര്യങ്ങളിൽ തൃപ്തനാകാൻ നമ്മൾ ശ്രമിക്കണം. ശ്രമിച്ചാലേ നടക്കുള്ളൂ. പിന്നെ പറയുന്നുണ്ട്, ഓരോ സന്തോഷത്തിനും ഓരോ നഷ്ടവും സംഭവിക്കുന്നു. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ സന്തോഷം ലഭിക്കുമ്പോഴും ഒരു വലിയ നഷ്ടം നമുക്ക് സംഭവിക്കുന്നുണ്ട്. ഇതിന് സാപേക്ഷത്വം എന്ന് പറയും. ഒരു സമയം ഒരു ഇന്ദ്രിയത്തെ ഉപയോഗിക്കുമ്പോൾ, ഇന്ദ്രിയം വഴിയാണല്ലോ നമ്മൾ സുഖം നേടുന്നത്. അപ്പോ കണ്ണു വഴി നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുക. TV നമുക്ക് ഒരുപാട് സുഖം തരുന്നു എന്ന് വിചാരിക്കുക. പല പല കാര്യങ്ങൾ കാണുമ്പോൾ വളരെ സന്തോഷം സുഖമൊക്കെ ഉണ്ടാവുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. അപ്പൊ കണ്ണിന്റെ ഉപയോഗം നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഈ കണ്ണിന്റെ ഉപയോഗം ഉണ്ടാകുമ്പോൾ മറ്റേത് വസ്തുക്കളെയും പോലെ തന്നെയാണ് ശരീരത്തിന്റെ അവയവങ്ങൾ. ഏത് സാധനത്തിനും ഒരു എന്താ പറയുക, അതിന് ഡിപ്രീസിയേഷൻ, തേയ്മാനം എല്ലാത്തിനും ഉണ്ട്. ലോകത്തിലുള്ള സകല വസ്തുക്കൾക്കും ഉണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണുന്നതാണ്. കാഴ്ച കുറഞ്ഞു വരുന്നു, ചെവി കേൾക്കാതെയാകുന്നു, നാക്കിന് എല്ലാത്തിന്റെ രുചിയൊന്നും ശരിക്കും അറിയാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു, സ്പർശനത്തിന്റെ കാര്യത്തിലും തൊലിക്കുള്ള കഴിവുകൾ കുറഞ്ഞു വരുന്നു. ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്നതാണ് പലരുടെയും കാര്യത്തിൽ. അപ്പൊ ഇന്ദ്രിയങ്ങൾക്കും നഷ്ടം സംഭവിക്കുന്നുണ്ട്, തേയ്മാനം സംഭവിക്കുന്നുണ്ട്. ഉപയോഗം കൂടുമ്പോഴാണ് ഈ കൂടുതൽ സംഭവിക്കുക. ഉപയോഗം കുറയുകയാണെങ്കിൽ അത്രയും വരില്ല. ഇപ്പൊ തന്നെ കണ്ണിൽ നമ്മൾ കണ്ണാടി വെക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലല്ലേ. കാരണം കൊച്ചിലെ തൊട്ടേ തന്നെ ഈ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച്, മൊബൈലൊക്കെ ഉപയോഗിച്ച് കണ്ണിന്റെ ഉപയോഗം വളരെ കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് കണ്ണാടിയൊക്കെ വെക്കേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാം. അപ്പൊ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഓരോ ഇന്ദ്രിയത്തിന്റെ ഉപയോഗം നമുക്ക് സുഖം തരുമ്പോൾ ആ ഇന്ദ്രിയത്തിന് ഒരു നഷ്ടം സംഭവിക്കുന്നുണ്ട്. അതിന്റെ കഴിവിൽ ഒരു നഷ്ടം സംഭവിക്കുന്നുണ്ട്. അതിന്റെ എത്ര കാലം അത് ആ ഇന്ദ്രിയം നന്നായിട്ടിരിക്കും എന്നുള്ളതിന് ഒരു കുറവ് വരുന്നുണ്ട്. അത് വ്യക്തമാണ്, വളരെ ക്ലിയർ ആണത്. അപ്പോ അതിനെ നമ്മൾ ശ്രദ്ധിക്കണം. സുഖം കിട്ടുമെന്ന് മാത്രം വിചാരിച്ചാൽ പോരാ, ഒരു നഷ്ടവും കൂടെ അപ്പുറം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം വേണ്ടത് മാത്രമേ ഉപയോഗിക്കാവൂ. നമ്മുടെ ഈ യാത്രയില്, ഈ ആത്മീയ യാത്രയില് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രം എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഞാൻ ഇനി ആസ്വദിച്ചാ മതി എന്ന് ശക്തമായ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കണം. എളുപ്പമല്ല അല്ലെ, വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് സാക്ഷാത്കാരമാണ്. സ്വന്തം ആത്മാവിനെയാണ് ആഗ്രഹിക്കുന്നത്, അന്തര്യാമിയെയാണ് തിരിച്ചറിയാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ അന്തര്യാമി നമ്മളെ ഈ വഴിക്ക് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് മുമുക്ഷുത്വം എന്ന് പറയുന്ന അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു പ്രചോദനം നമുക്കുണ്ടാകും. നമ്മൾ പോകുന്ന വഴിയെ ഈശ്വരൻ നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കും, ഒരു സംശയവും വേണ്ട. അപ്പോ വിവേകത്തിൽ നിന്ന് വൈരാഗ്യം വരണം എന്നാൽ എങ്ങനെയാ വരിക? വിവേകത്തിൽ നിന്ന് വൈരാഗ്യം വരണം എന്നാൽ വിവേകത്തെ തുടർന്ന് വൈരാഗ്യം തനിയെ വരില്ല. അതാണ് നമ്മൾ പറഞ്ഞത്. വിവേകത്തെ തുടർന്ന് അതിന്റെ പുറകെ വൈരാഗ്യം അങ്ങ് വന്നോളും എന്ന് വിചാരിച്ചാൽ വരില്ല. അതിന്
പറയുന്നു, ആചാര്യസ്വാമി പറയുന്നു, വിവേക അഭ്യാസം വേണം എന്ന് പറയുന്നു. വിവേക അഭ്യാസം ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, അഭ്യാസം കൊണ്ടേ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. അതുപോലെ വിവേക അഭ്യാസം വേണം, പക്വത വരണം. വിവേകാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പക്വത. പക്വത വരുമ്പോ ഓക്കെ ആവും. അതെങ്ങനെയാ? സത്സംഗം വേണം. സത്സംഗത്തിലൂടെ നമുക്ക് വൈരാഗ്യം വരും. പിന്നെ വൈരാഗ്യം വന്നവരുടെ സമ്പർക്കത്തിലൂടെ. അതുകൊണ്ടാണല്ലോ നല്ല സന്യാസിമാര്, നല്ല ഗുരുക്കന്മാര്, അവരുടെയൊക്കെ കൂടെ കൂടുമ്പോൾ നമുക്കും വൈരാഗ്യം വരും. ഈ ശരിയല്ലാത്തവരുടെ കൂടെ പോകുമ്പോഴാണ് വൈരാഗ്യം വരാത്തത്. സന്യാസിയുടെ വേഷമൊക്കെ ഇട്ടുകൊണ്ട് നമ്മളൊരു ഗുരുവായിട്ട് സ്വീകരിച്ച് കൂടെ പോകുന്നു. ഒരു ചാപ്പാട്, ഒരു സദ്യക്ക് പോയിരിക്കുമ്പോൾ ഇങ്ങേരുടെ അടുത്തായിരിക്കുന്നത്, അങ്ങേര് കഴിക്കണ കഴിപ്പ് കണ്ടാൽ പിന്നെ നമുക്ക് ഒരു വൈരാഗ്യം വരില്ല. എന്താ വെച്ചാൽ ഇങ്ങേര് ഇത്രയും ആസ്വദിച്ച് ഇതെല്ലാം അടിച്ചു കയറ്റുന്നു, പിന്നെ നമുക്കിപ്പോ എന്താ? സന്യാസിയായ അദ്ദേഹം കാണിക്കുന്നതാണ് നമുക്കെന്താ? നേരെ വെച്ചാൽ മിതമായ ഭക്ഷണം കഴിക്കുന്ന ഒരാളുടെ കൂടെയാണ് നമ്മളും സ്ഥിരമായിട്ട് കൂടെ നടക്കുന്നുവെങ്കിൽ നമുക്കും തോന്നും, അത്രേ ആവശ്യമുള്ളൂ മനുഷ്യന്, ഇത് മതിയല്ലോ ഈ ശരീരം നിലനിൽക്കാൻ, അദ്ദേഹം നമ്മുടെ ഗുരു കാണിച്ചു തരുന്നല്ലോ എന്ന് തോന്നും. അപ്പൊ അതും ശ്രദ്ധിക്കണം. നല്ല ഗുരുനാഥനായിരിക്കണം. ഈ വഴികളിലൊക്കെ നല്ല ഗുരുനാഥൻ വേണം. ഇപ്പൊ കാണുന്നതൊക്കെ അപകടം പിടിച്ച ഗുരുനാഥന്മാരും. നല്ലവരുണ്ട്, അവരെ നമ്മൾ കണ്ടുപിടിച്ച് അവരെ മാത്രമേ നമ്മൾ നമ്മുടെ കൂടെ, നമ്മുടെ മോഡലായിട്ട് നമുക്ക് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ നല്ല വൈരാഗ്യം വന്നവരുടെ സമ്പർക്കത്തിലൂടെ നമുക്കും വൈരാഗ്യം വരും. അതിന്റെ പേരെന്താ? ശരിക്കും പറഞ്ഞ ഒരു മനോവളർച്ചയാണ്, മനസ്സിന്റെ ഒരു വളർച്ചയാണ്. ആ വൈരാഗ്യം എന്ന് പറയുന്നത് മനസ്സിന്റെ വളർച്ചയാണ്. ഭോഗവസ്തുക്കളുടെ ശക്തി നമുക്കറിയാം. പല ഭോഗവസ്തുക്കൾക്കും ഉള്ള ശക്തിയാണ് പലപ്പോഴും നമ്മെ അതിലോട്ട് പിരിച്ച് വലിക്കുന്നത്. പല ഭോഗവസ്തുക്കളുടെയും ശക്തിയാണ് നമ്മളെ പിടിച്ചു വലിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ വിവേകം കൊണ്ട് പോവും. വൈരാഗ്യത്തൊക്കെ മറക്കും, വിവേകം പോവും. കാരണം അതിന്റെ ശക്തി, ഈ ഭോഗ്യവസ്തുവിന്റെ ശക്തി വളരെ കൂടുതലായിരിക്കും. കാരണം അവർക്ക് ഒരുപാട് ശക്തിയുണ്ട്. അവരുടെ ശക്തിയെ നമുക്ക് ഊഹിച്ചാൽ അറിയാം. നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങള് ഒരു ഇന്ദ്രിയത്തെ തന്നെ ആകർഷിക്കാൻ ഈ വസ്തുക്കൾക്ക് ഭയങ്കര ശക്തിയാണ്. അപ്പൊ പിന്നെ നമ്മളിലുള്ള 5 ഇന്ദ്രിയങ്ങളെ ഒതുക്കി നിർത്താൻ നമുക്ക് എളുപ്പമാണ്. ഇവരെ എല്ലാവരും പിടിച്ചു വലിക്കും ഈ വസ്തുക്കൾ. ഒന്നല്ലെങ്കിൽ ഒരാളെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും, അതിശക്തമായിട്ട് വലിക്കും. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമ്മൾ ഒരാളെ ഉള്ളൂ. പിടിച്ചു വലിക്കുന്നത് 5 പേരാ. അപ്പൊ എന്ത് ചെയ്യണം? അഭ്യാസം വേണം. അഭ്യാസം കൊണ്ട് മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. അപ്പൊ എങ്ങനെയാ? സ്വല്പം മാറിയിരിക്കുക. ചില കാര്യങ്ങളെ കാണുമ്പോൾ ഇതെനിക്ക് വേണ്ട, വേണമെന്നൊക്കെ ആദ്യം മനസ്സിൽ തോന്നിയാലും ഒന്നിത്തിരി മനസ്സിലൊന്ന് നിയന്ത്രിച്ച് ഒന്ന് മാറി നിൽക്കുക. ഒരു ആവശ്യമില്ലാത്തൊരു സീൻ കാണുമ്പോൾ അതിൽ ഉൾപ്പെടാതെ മാറി നിൽക്കുക. 3-4 പേര് കൂടി ഒത്തിരി ക്രിറ്റിസിസം പലരെ കുറിച്ചും പറയുന്നു, പല അഭിപ്രായങ്ങൾ പറയുന്നു, നമ്മൾ അതിനകത്തുണ്ട്. പതുക്കെ സ്കൾപ്പ് ചെയ്യുക, മെല്ലെ അതിനകത്ത് നിന്നും മാറുക. എന്റെ വളർച്ചയ്ക്ക് ഇത് നല്ലതായിരിക്കില്ല എന്ന് പറഞ്ഞ് പതുക്കെ നീങ്ങുക. അങ്ങനെ 2 പ്രാവശ്യം നീങ്ങിയാൽ 3-ാമത്തെ പ്രാവശ്യം നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിനകത്ത് ഉൾപ്പെടാതെ മാറാൻ ഒരു പ്രശ്നവും നമുക്ക് കാണില്ല. ആദ്യം ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നും, അവരെന്ത് വിചാരിക്കുന്നു, പിന്നെ അതൊന്നും ഉണ്ടാവില്ല. ആ തുടക്കത്തിലേ ഉള്ളൂ ആ പ്രശ്നം. അതേമാതിരി ഏത് വസ്തുവിനോടും നമുക്ക് ഈ രീതിയിൽ പ്രതികരിക്കാൻ സാധിക്കും. മനസ്സിന് അതിനുള്ള ശക്തി ഉണ്ട്. നമ്മൾ ഉപയോഗിച്ച് നോക്കാഞ്ഞിട്ടാണ്. ഉപയോഗിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും സാധിക്കാം, ഒരു സംശയമില്ല. അപ്പോ വൈരാഗ്യം നേടിയ മഹാന്മാരുടെ സന്നിധിയിലിരിക്കുക, എന്നിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുക, സത്സംഗം മുഖേന ഇതിനുള്ള അറിവ് നേടുക,
വിവേകം മുഖേന അറിവ് നേടുക, കർമ്മയോഗത്തിലൂടെ, ഭക്തിയിലൂടെ, ഇങ്ങനെയൊക്കെ വൈരാഗ്യം വരുള്ളൂ. കർമ്മയോഗത്തിലൂടെ കർമ്മം ചെയ്ത് അത് യോഗമാക്കി കർമ്മം ചെയ്ത്, അതായത് ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ വൈരാഗ്യം കിട്ടും. നമുക്ക് പറ്റുന്നില്ലല്ലോ. ഒരു കർമ്മം പോലും ഫലമില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത്രയും പ്രായമായിട്ടും ഇപ്പോഴും ഫലത്തെ ആഗ്രഹിക്കില്ലേ? അപ്പോ അത് നോക്കണം. ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്ത് അപ്പൊ വൈരാഗ്യത്തിന് വളരെ എളുപ്പമാണ്. പിന്നെ ഭക്തിയിലൂടെ വൈരാഗ്യം വേഗം വളരും. എങ്ങനെയാണത്? ഈശ്വരനോടുള്ള സ്നേഹമാണ് ഭക്തി. എനിക്ക് ഏറ്റവും സ്നേഹം ഈശ്വരനോടാണ്. എനിക്ക് വേണ്ടത് ഈശ്വരനെയാണ്. മറ്റൊന്നിനും എൻ്റെ ജീവിതത്തിൽ അമിതമായ പ്രാധാന്യമില്ല. ഈശ്വരനേക്കാൾ ഞാൻ ഒന്നിനെയും സ്നേഹിക്കുന്നില്ല. മുമ്പിൽ വന്നൊക്കെ നമുക്ക് അനുഭവിക്കാം, കുഴപ്പമൊന്നുമില്ല. എല്ലാത്തിനും അനുഭവിക്കാം. നേരത്തെ ഈ പറഞ്ഞ ജിലേബി വന്നിട്ട് വീണ്ടും ജിലേബിയെ കാണുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. എങ്ങനെയാണെങ്കിൽ ഇന്ന് എനിക്ക് കിട്ടി, ഞാൻ കഴിച്ചു, ഈശ്വരൻ തന്നു, ഞാൻ കഴിച്ചു, ഓക്കെ, അത്രേ ഉള്ളൂ. നാളെ എനിക്കതിനോട് അത് കിട്ടിയേ തീരുന്നൊന്നുമില്ല. കാരണം എനിക്ക് വേണ്ടത് ഈശ്വരനാണ്. എൻ്റെ ഉള്ളിൽ വൈരാഗ്യമാണ് ഉണ്ടാകേണ്ടത്. കിട്ടിയാൽ കഴിക്കാൻ, ഇല്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. ഓക്കെ, മുമ്പിൽ വരുന്നത് ഏതോ, ഇന്ന് എന്താണോ നടക്കുന്നത് അതിൽ ഞാൻ ജീവിക്കുന്നു. നാളത്തെക്കുറിച്ച് എനിക്ക് വലിയ ചിന്തകളൊന്നുമില്ല, വന്ന പോലെ വരട്ടെ. കാരണം എന്നെ നയിക്കുന്നത് ഈശ്വരനാണ്. എനിക്ക് ഈശ്വരനാണ് വേണ്ടത്. വേറൊന്നിനോടും എനിക്ക് അമിതമായ ബന്ധനം ഉണ്ടാകാൻ പാടില്ല. എനിക്ക് ബന്ധനം ഈശ്വരനോട് മാത്രമേ പാടുള്ളൂ. കാരണം എൻ്റെ ഉള്ളിൽ ഈശ്വരൻ ആണ്, അന്തര്യാമിയായിട്ടിരിക്കുന്ന ആ ശക്തിയാണ്. ഞാൻ സ്നേഹിക്കേണ്ടത് അതിനെയാണ്. അതിനോടാണ് എനിക്ക് ബന്ധനം വരേണ്ടത്. ഇങ്ങനെ വീണ്ടും 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 ചിന്തിക്കുമ്പോൾ ഒന്നിനോടും അമിതമായ താല്പര്യം ഉണ്ടാകില്ല. ഇതൊക്കെ പറയാനല്ലേ പറ്റുള്ളൂ സാറേ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പറയാനല്ല, സാധിക്കും എന്ന് ഉറപ്പാണ്. ഉറപ്പായിട്ടും സാധിക്കും. അത് പതുക്കെ പതുക്കെ വളരുള്ളൂ. ഒറ്റ ദിവസം കൊണ്ടൊന്നും വളരില്ല. മെല്ലെ മെല്ലെ വളരും, ഉറപ്പാണ്. ത്യാഗവും വേണം. ഈ വിവേകം ഉണ്ടാവുമ്പോൾ അതിന്റെ കൂടെ ത്യാഗവും കൂടെ ഉണ്ടാവണം, ഇല്ലേ? പലതിനും ത്യാഗം ആവശ്യമാണ്. ത്യാഗൈനേകേ അമൃതത്വമാനസുഹു എന്ന് ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് മന്ത്രത്തില്, വേദത്തില്. ത്യാഗം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ശരിയല്ലേ? ത്യജിക്കാൻ തയ്യാറാവണം. ആദ്യമായിട്ട് ഈ മോഹങ്ങളെ ത്യജിക്കാൻ പറ്റണം. വേറെ ഒന്നും കയ്യിലുള്ളതൊന്നും എടുത്ത് കൊടുക്കണ്ട, പോട്ടെ. ഉള്ളിൽ വരുന്ന മോഹത്തെ ത്യജിക്കാൻ സാധിക്കണം. അതെങ്ങനെയാ ത്യാഗം? ഇപ്പോ സമ്പാദിച്ചു, ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വർഷം കൊണ്ട് സമ്പാദിച്ചു ഒക്കെ എടുത്ത് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ത്യാഗം കൊടുക്കാൻ പറ്റുമോ? മോക്ഷമൊക്കെ പിന്നെ അടുത്ത ജന്മത്തിൽ മതി, അല്ലെങ്കിൽ പിന്നെ എപ്പോഴേലും കിട്ടുമ്പോ കിട്ടട്ടെ. ഈ സമ്പാദിച്ച് എന്ത് കഷ്ടപ്പെട്ടാ ഇതൊക്കെ ഉണ്ടാക്കിയേ? ഇതൊക്കെ അങ്ങനെ ദാനം ചെയ്ത് അങ്ങനെ ത്യാഗമായിട്ട് ഇതൊക്കെ കളയാൻ പറ്റുമോ? ശരി, വസ്തുക്കളൊന്നും കളയണ്ട, അവിടെ ഇരുന്നോട്ടെ. നമ്മൾ പോകുമ്പോ കൊണ്ടുപോകാനും പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നോട്ടെ. ശരി, അങ്ങനെ വിഷമിക്കണ്ട. മനസ്സിൽ വരുന്ന ആഗ്രഹങ്ങളെ ത്യജിക്കാൻ മേലേ. എണീക്കാൻ മേലാതെ കിടക്കുമ്പോൾ, ശ്വാസം വലിച്ച് കിടക്കുമ്പോഴും അവിയൽ കൊണ്ടുപോവാ, അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരം കൊണ്ടുപോവാ. ഞാൻ കഴിഞ്ഞിടയ്ക്കും കൂടെ ഒരു കേസ്, കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത്, ഒരു മരണസ്ഥലത്ത് പോയപ്പോ അവര് പറഞ്ഞത് എനിക്ക് ഒരുപാട് അതിനകത്ത് ചിന്തിക്കേണ്ടതായിട്ട് തോന്നി. അവര് പറഞ്ഞു, ആ മരിച്ച വ്യക്തിക്ക് ഞങ്ങള് അദ്ദേഹത്തിന്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു എന്ന് പറയും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായിരിക്കും, വല്ല ഭാഗവതം വായിക്കുവോ, ഇങ്ങനെയൊക്കെ ചെയ്ത് കാണും എന്നൊക്കെ ധരിച്ച്. അതല്ല, അവർ പറഞ്ഞു കഴിഞ്ഞ 10 ദിവസങ്ങളായിട്ട് ഓരോരോ പലഹാരങ്ങൾ ചോദിക്കും, ആ പലഹാരങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടു കൊടുക്കും. ഇങ്ങനെ ലാസ്റ്റ് ദിവസം വരെ അദ്ദേഹം അവസാനം ശ്വാസം വലിക്കുന്നതിന് മുമ്പ് വരെ ഇങ്ങനെ ചോദിച്ചിരുന്നു, അതെല്ലാം ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതം അങ്ങനെ ആകാതിരിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. നമ്മൾ ഈശ്വരനെയല്ലേ ആ സമയത്തൊക്കെ ആഗ്രഹിക്കണ്ടേ? ആരെങ്കിലും ഒരു ഭാഗവതം വായിക്കൂ, അല്ലെങ്കിൽ ഒരു ഭഗവത്ഗീത വായിക്കൂ, അല്ലെങ്കിൽ ഒരു സഹസ്രനാമം ചൊല്ലൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്തിഗാനം പാടൂ എന്നല്ലേ പറയാൻ ആ സമയത്ത് നമുക്ക് സാധിക്കണ്ടേ? സാധിച്ച വ്യക്തികളുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊരു അമ്മൂമ്മ ഉണ്ടായി. ആ അമ്മൂമ്മ പ്രദോഷ സമയത്താണ് മരിക്കുന്നത്. എൻ്റെ വൈഫിന്റെ അച്ഛന്റെ അമ്മ. അവര് പ്രദോഷ സമയത്താണ് മരിക്കുന്നത്. എന്നും അമ്പലത്തിൽ പോകുന്ന ആളാണ്.
അന്ന് ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് വന്നു കഴിഞ്ഞ് പെട്ടെന്ന് അവർക്കൊരു നെഞ്ചിൽ വയ്യായ്ക തോന്നി. അവർ സ്വയം അവരുടെ മരണം അറിഞ്ഞു ഉടനെ വിളിച്ചു, മോളെ ഇങ്ങ് വാങ്ങുക. അമ്മയെയും മീരയും രണ്ടുപേരും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ സഹസ്രനാമം ജപിക്കുക, ഭഗവാന്റെ സഹസ്രനാമം ജപിക്കുക. ഏതൊക്കെയോ സ്തോത്രങ്ങൾ പറഞ്ഞു, അതെല്ലാം ചൊല്ല്, ഞാൻ പോവാണ്, ഞാൻ ഈ ശരീരം വിടുകയാണ്. അവർ വ്യക്തമായിട്ട് പറഞ്ഞവര്, ജപിക്കൂ, ഞാൻ ഭഗവാനെ ദർശനം കിട്ടട്ടെ, എനിക്ക് ഭഗവാനെ മാത്രം കിട്ടിയാൽ മതി എന്ന് 2-3 വാക്കുകൾ അവര് ക്ലിയർ ആയിട്ട് പറഞ്ഞു. മെല്ലെ ശാന്തമായിട്ട് അവര് ശരീരം വിട്ടു. അതല്ലേ നമുക്ക് സാധിക്കണ്ടേ? അല്ലാതെ അവിയല് ജിലേബി ഇങ്ങനെയൊക്കെയാണോ മരിക്കുന്നതിന് മുന്നേ ചോദിച്ച് മേടിച്ച് കഴിക്കേണ്ടത്? നമ്മൾ മുന്നിൽ കാണുന്ന അനുഭവങ്ങളെ നമ്മൾ പാഠമായിട്ട് എടുക്കണം. നമ്മുടെ മനസ്സിനോട് പറയണം, മനസ്സേ നീ ഈ വഴിക്കൊന്നും പോകരുത്. നമുക്ക് നമ്മുടെ അന്തിമ ലക്ഷ്യത്തിലേക്ക് പോകുന്നത് ആത്മസാക്ഷാത്കാരത്തിലേക്ക് തന്നെ പോകണം, ഈശ്വരനിലേക്ക് തന്നെ എത്തണം. എവിടെ നിന്നാണോ വന്നേ അവിടെ എത്തണം. ഞാൻ ആര് എന്ന് എനിക്ക് തിരിച്ചറിയണം. അതാണ് എൻ്റെ ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം, അല്ലാതെ അവിയലും കൂട്ടാനും ഒന്നുമല്ല. ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കാൻ ധാരാളം ഉണ്ട്. അപ്പോ ഒരു വസ്തുവിനെ ആഗ്രഹിച്ച് അത് തരുന്ന ഭോഗത്തെ അറിയണം. എന്തുമാത്രം അതിന് ഭോഗം തരാൻ പറ്റും? നിസ്സാരമല്ലേ അതിന് തരാൻ പറ്റുള്ളൂ. അടുത്ത നിമിഷം അത് പോവുമല്ലോ. കഴിച്ച് നാക്കിൽ കൂടി ഇറങ്ങി അകത്തേക്ക് ഇറങ്ങിയാൽ തീർന്നു. നാക്കിൽ തൊടുന്ന സമയത്തല്ലേ ഉള്ളൂ. അതുപോലെ ശബ്ദം, കേൾക്കുന്ന ശബ്ദം നിലച്ചു കഴിഞ്ഞാൽ തീർന്നു. ശബ്ദശ്രവണ സുഖം, കച്ചേരി കേൾക്കുമ്പോഴുള്ള സുഖം, പാട്ട് കേൾക്കുമ്പോഴുള്ള സുഖം, കണ്ണിന് കിട്ടുന്ന സുഖങ്ങൾ, ഇതെല്ലാം സെക്കൻഡിലല്ലേ ഉള്ളൂ. അപ്പൊ അത് എല്ലാം അനിത്യമാണ് എന്ന് തിരിച്ചറിയണം. ഒരു വസ്തുവിനെ വെറുക്കുകയല്ല, നമ്മൾ വെറുക്കുകയല്ല വേണ്ടേ, ഇത് തരുന്ന സുഖം ഇത്രയേ ഉള്ളൂ എന്ന് തിരിച്ചറിയണം. ഒരു വസ്തുവിനെ വെറുക്കലല്ല വൈരാഗ്യം, ഇതിന് ഇത്രയേ വാല്യൂ ഉള്ളൂ. എന്റെ ജീവിതത്തിലെ വാല്യൂ ഞാൻ വെച്ചിരിക്കുന്നത് ഇതിനല്ല, വേറെ ആത്മസാക്ഷാത്കാരത്തിനാണ് ഞാൻ വാല്യൂ വെച്ചിരിക്കുന്നത്. അതല്ലേ നമ്മൾ അറിയണ്ടേ? ആ രണ്ടിനും കൊടുക്കുന്ന വാല്യൂ തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാ വെറുക്കാതിരിക്കുക? വെറുത്തിരിക്കുക എങ്ങനെയാ സാറേ വൈരാഗ്യം വരിക എന്ന് ചോദിച്ചാൽ, എല്ലാത്തിനെയും ഈശ്വര സ്വരൂപമായി കാണണം. അപ്പൊ വെറുപ്പുണ്ടാവില്ല. മുമ്പിൽ വരുന്നതെല്ലാം ഈശ്വര സ്വരൂപമായിട്ട് കാണുക. എല്ലാം ഈശ്വരനിൽ നിന്നുണ്ടായതാണ്, പഞ്ചഭൂതങ്ങൾ നിർമ്മിതമാണ്, എല്ലാം അത് തന്നെയാണ്. അതുകൊണ്ട് വെറുപ്പൊന്നുമില്ല. എനിക്കത് വേണ്ട, അത്രേ ഉള്ളൂ. എനിക്ക് വേണ്ടത് ഈശ്വരനാണ്, എനിക്ക് വേണ്ടത് ആത്മാവിനെ തിരിച്ചറിയലാണ്. എന്റെ മനസ്സ് ഇതിൽ ബന്ധനപ്പെട്ട് നിൽക്കരുത്. ഇത് ക്രിയേറ്റഡ് ആണ്, എനിക്ക് ക്രിയേറ്ററാണ് വേണ്ടേ. ഭഗവാൻ എപ്പോഴും പറയുന്നതാ. ഭഗവാന്റെ മുമ്പില്, ബാബായുടെ മുമ്പിൽ വന്ന് വെച്ച് ഓരോരുത്തർക്കും മോതിരവും ലോക്കറ്റും പല സാധനങ്ങളും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ അന്തിച്ചു നിൽക്കും. ചിലരുടെ ഉള്ളിലൊക്കെ ഭയങ്കര ആഗ്രഹമാണ് ഇത് കിട്ടണം. അപ്പൊ ഭഗവാൻ പറയാറുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ക്രിയേഷൻസിലാണ് നിങ്ങൾക്ക് താല്പര്യം. ഈ നിൽക്കുന്ന ക്രിയേറ്ററെ, ഈ പ്രപഞ്ച ശക്തിയെ നിങ്ങൾക്ക് വേണ്ട. ഇതാണ് മനുഷ്യ മനസ്സ്. നമ്മളും അങ്ങനെ തന്നെയല്ലേ? ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ സാധനങ്ങളും വേണം. ഇതെല്ലാം ചെയ്യുന്ന ശക്തിയെ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. ഈശ്വരൻ എന്ന് നമ്മൾ പറയും എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ലൗകിക സുഖങ്ങളെ നടത്തിത്തരുന്ന ഒരു ശക്തിയായിട്ട്. അല്ലാതെ ആ ശക്തിയെ എനിക്ക് വേണം. ആ ശക്തിയാണ് ഇതിനെല്ലാം പുറകില്. അപ്പൊ ആ ശക്തി എൻ്റെ കൂടെ, അതിനെ ഞാൻ തിരിച്ചറിഞ്ഞാൽ എന്ത് സുഖമായിരിക്കും. അതൊന്നും നമ്മൾ ചിന്തിക്കാറില്ലല്ലോ. ചിന്തിക്കുന്നുണ്ട്, അതിന്റെ വഴിയാണ് ഇപ്പൊ നമ്മൾ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിസ്സാരം, ഇപ്പൊ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ഒരാൾക്ക്, കോഴിയും ഇറച്ചിയൊക്കെ കഴിക്കുന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ അതിനകത്തൊരു വിരക്തി കൊണ്ടുവരാൻ സാധിക്കും, അതിനകത്തൊരു വൈരാഗ്യം കൊണ്ടുവരാൻ സാധിക്കും. എങ്ങനെയാണ്? അത് ജീവനുള്ള ഐറ്റമാണ്. ആ ജീവനുള്ള അതിനെ ഈശ്വര സ്വരൂപമായിട്ട് കണ്ടാൽ അതിനെ ഹിംസിക്കരുത്, അതൊന്നും എനിക്ക് വേണ്ട എന്ന് തോന്നാൻ എളുപ്പമാണ്. അതിൽ നിന്ന് സസ്യ ഇതിലേക്ക് മാറാൻ വളരെ എളുപ്പമാണ് ഇങ്ങനെ ചിന്തിച്ചാൽ. എല്ലാത്തിലും ഈശ്വരനെ കണ്ടാൽ ഇങ്ങനെ ചില എളുപ്പ വഴികളുണ്ട് ചില കാര്യങ്ങൾക്ക്. സ്ഥിരമായിട്ട് മാംസാദികൾ കൂട്ടിയിരുന്ന ആൾക്കാർക്ക് ഈശ്വര തത്വത്തെ അതിനകത്ത് കൊണ്ടുവന്നാൽ അതിൽ നിന്ന് മനസ്സ് വിഷമിക്കാതെ തന്നെ അതിനകത്ത് മാറാൻ പറ്റും. ആ സ്വാധീനമൊന്നും അവിടെ പിന്നെ പ്രാധാന്യം വരികയില്ല. അതാണ് നമ്മൾ അതിനകത്തേക്ക് കൊടുക്കുന്ന വാല്യൂ അനുസരിച്ചാണ് നമ്മുടെ മനസ്സിലെ
അതിനോടുള്ള സമീപനം മാറുക. അപ്പൊ ആരംഭത്തില് അതുകൊണ്ടാണ് പഴയ ആൾക്കാര് പല കാര്യങ്ങളിലും ചിലതിനെയൊക്കെ നിന്ദിക്കും. ശരിക്കും ലോകത്തിൽ നമ്മൾ എന്തിനെങ്കിലും നിന്ദിക്കാൻ പാടുവോ? ഒന്നിനെ നിന്ദിക്കാൻ പാടില്ല. കാരണം എല്ലാം ഈശ്വരമയമാണ്. പിന്നെ എന്തിനാണ് നിന്ദ വന്നത്? എന്തുകൊണ്ടാണ് പല പുരാണങ്ങളിലും പലതിലും പല കഥകളിലും പലതിലും നിന്ദകൾ ഒരുപാടുണ്ട്. ഒരുപാട് കാര്യങ്ങളെ നിന്ദിക്കും. അതെന്തിനാണ്? ആരംഭത്തിൽ മനസ്സതിൽ പോയി ബന്ധപ്പെടാതിരിക്കാൻ, ബന്ധനസ്ഥനാകാതിരിക്കാനാണ് ആ നിന്ദകൾ. പക്ഷെ നമ്മുടെ സ്റ്റേജ് മുന്നിലേക്ക് വരുമ്പോ, നമ്മൾ ആത്മീയമായിട്ട് വളരുമ്പോ അവിടെ നിന്ദയല്ല വരിക, അവിടെ സർവവും ഈശ്വരനായിട്ട് കാണുമ്പോൾ ഉള്ള മാനസികാവസ്ഥയാണ് അവിടെ വരിക. അതിലേക്ക് ഉയരണം നമ്മൾ. അപ്പൊ നമുക്ക് തോന്നും ഇങ്ങനെ നിന്ദിക്കുന്നുണ്ടല്ലോ, വലിയ ആത്മീയതയൊക്കെ പ്രസംഗിക്കുന്ന ആൾക്കാർ ചിലതിനെയൊക്കെ നിന്ദിക്കുന്നുണ്ടല്ലോ, ഇവര് ഈശാവാസ്യവിധം സർവം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വലിയ ഗുരുനാഥന്മാര് പലതിനും നിന്ദിക്കുന്നല്ലോ, ഇത് ശരിയാണല്ലോ എന്നൊക്കെ ഇത് പഠിക്കുന്ന ആദ്യത്തെ സ്റ്റേജിൽ ഇങ്ങനെയുള്ള പല സംശയങ്ങളും വരാം. പക്ഷെ മുന്നോട്ട് വരുമ്പോൾ മനസ്സിലാവും ആ നിന്ദ എന്തിനാണ് അവിടെ പറഞ്ഞേ. 1-ാം ക്ലാസ്സിലും LKG പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നിന്ദയൊക്കെ അവിടെ പറയുന്നത്. 10-ാം ക്ലാസ്സും +2 ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ നിന്ദ വരുന്നില്ല. അപ്പോൾ ഉൾക്കൊള്ളാൻ പഠിച്ചു കഴിഞ്ഞു, ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് ഉൾക്കൊള്ളാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ നിന്ദയുടെ ആവശ്യമില്ല. യഥാർത്ഥ വൈരാഗ്യം വരും. അപ്പോ അത് അറിവിൽ നിന്ന് തോന്നുന്ന ഒരു പക്വതയാണ് യഥാർത്ഥ വൈരാഗ്യം. ഒരു വസ്തുവിനെയും ഭോഗത്തിനായിട്ട് കാണാതിരിക്കാൻ, ഒരു വസ്തുവിനെയും ഭോഗത്തിനായിട്ട് കാണാതിരിക്കുക, അതാണ് യഥാർത്ഥ വൈരാഗ്യം. അപ്പോ ഇന്ന് ഇത്രയും സമയമായി, കുറച്ചുകൂടെ ഇതിനകത്ത് നമുക്ക് നോക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഒരുപാട് വിശദമായിട്ടാണ് ആചാര്യസ്വാമികൾ അതിനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്ന ഗുരുനാഥനും വളരെ, എൻ്റെ ഏറ്റവും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് വൈരാഗ്യം. വിവേകമൊക്കെ നമുക്കൊരു പരിധി വരെ നമുക്കുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. വിവേകം നമുക്കുണ്ട്, നന്നായിട്ടുണ്ട്. പക്ഷെ അതിനെ വൈരാഗ്യത്തിലേക്ക് ബന്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അപ്പൊ വൈരാഗ്യം വന്നാൽ മാത്രമേ ആത്മീയ പുരോഗതി ഉണ്ടാവുകയുള്ളൂ, ഒരു സംശയവും വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആചാര്യന്മാര് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് വൈരാഗ്യത്തെക്കുറിച്ച്. പല ഗുരുനാഥന്മാരും ധാരാളം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കാം. വീണ്ടും ഈ കേട്ടതെല്ലാം നമ്മുടെ മനസ്സിൽ ഉറയ്ക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഉള്ള ഒരു മനക്കരുത്ത് ഭഗവാൻ തന്നെ തരട്ടെ. അകത്തിരിക്കുന്ന ആ ശക്തി തന്നെ നമ്മളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഉപസംഹരിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇപ്പോ പൂർണ്ണമത പറയാതെ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് തോന്നാം. ഒന്നുമില്ല, നമുക്കെല്ലാവർക്കും കൂടി ഈ കേട്ടത്, ഇന്ന് മനസ്സിലാക്കിയത് എല്ലാവർക്കും ഒന്നിച്ച് ഇത് ഫോളോ ചെയ്യാനും കൂടെ സാധിക്കട്ടെ എന്ന് വെച്ചാണ് അതൊന്നുകൂടെ ഇവിടെ പറഞ്ഞത്. സഹനാവതു. ഇനി നമുക്ക് പൂർണ്ണമത പറയാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. അന്തിമ ലക്ഷ്യം അതായിരിക്കട്ടെ. ആ പൂർണ്ണ സംതൃപ്തി നമുക്ക് ലഭിക്കട്ടെ. എല്ലാവർക്കും സായിറാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. അടുത്ത ദിവസം വീണ്ടും കാണാം. സായിറാം. സായിറാം സാർ. സായിറാം. സായിറാം സാർ. സായിറാം സാർ. സായിറാം. സായിറാം സായിറാം.